എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ആദ്യത്തെ മത്സരം അത് അവസാനിച്ച് ഇപ്പോൾ സെമി ഫൈനലിലേക്ക് കുറേ ആളുകൾ സെലക്റ്റഡ് ആയിരിക്കുകയാണ്. അതിലാദ്യമായിട്ട് ഗോകു, രണ്ടാമതായിട്ട് മാർഷൽ ആർട്സ് മാൻ, മൂന്നാമതായിട്ട് നമ്മുടെ മൊട്ടപ്പൻ, നാലാമതായിട്ട് ഹാൻസം ബോയ്, അതിനുശേഷം ആ ഒരു നീലപ്പെണ്ണ്, കണ്ണാടിക്കാരൻ അപ്പാപ്പൻ, പിന്നീട് ആ മോൺസ്റ്റർ, അവസാനമായിട്ട് മുടിയൻ. ഇത്രയും പേരാണ് ഇപ്പോൾ സെമി ഫൈനൽ മത്സരത്തിലേക്ക് മത്സരിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നത്. മൊട്ടപ്പനാണെങ്കിൽ ജൂനിയർ എന്നുള്ള പേര് ഇതാരുടെയാണെന്ന് ചോദിക്കും. ഉടനെ ആങ്കർ ആണെങ്കിൽ ഇപ്പം മോൺസ്റ്ററിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ അത് കണ്ടൊന്ന് ഞെട്ടും. അതിനുശേഷം ഫസ്റ്റ് മത്സരത്തിന് വേണ്ടി മുടിയനെയും മാർഷൽ ആർട്സ് മാനെയും അവരെ രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിക്കും. മുടിയനാണെങ്കിൽ ഇപ്പോൾ അവനെ വെറുപ്പിക്കുകയാണ്. മാർഷൽ ആർട്സ് മാന് കൺട്രോൾ പോയി അവനെ അടിക്കാനായിട്ട് തയ്യാറാവും. പക്ഷെ ഗോകു ആണെങ്കിൽ ആളെ തടയുകയാണ്. ഇവിടെ ജനങ്ങളെല്ലാവരും ആവേശത്തോടു കൂടെ ആരവത്തോടു കൂടെ ഫസ്റ്റ് മത്സരം കാണാൻ തയ്യാറായിട്ട് നിൽക്കും. മുടിയനാണെങ്കിൽ വീണ്ടും വീണ്ടും ഇപ്പൊ മാർഷൽ ആർട്സ് മാനെ വെല്ലുവിളിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ആ ഒരു നീലപ്പെണ്ണ്, അവളാണെങ്കിൽ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ട്രെയിനിങ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആണെങ്കിൽ പഞ്ച് ചെയ്തും വാമപ്പ് ചെയ്തും അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യും. തൊട്ടടുത്തായിട്ട് ആ കണ്ണാടി അപ്പാപ്പൻ, ആൾക്കാണെങ്കിൽ ഇതിലൊന്നും വലിയ താല്പര്യമില്ല. ആള് അങ്ങനെ താല്പര്യമില്ലാതെ ഒരു ഭാഗത്തിരിക്കും. ഇവിടെ പെരുമ്പറ മുഴങ്ങി മത്സരം ആരംഭിക്കും. ലോഞ്ച് ആണെങ്കിൽ വിളിച്ചു പറയും, ഒരു മേഴ്സിയും നീ കാണിക്കാനായിട്ട് പാടില്ല. അവനെ തല്ലിക്കൊല്ലണം, നീ ജയിക്കണം, അവനെ നീ തോൽപ്പിക്കണം. ഫൈറ്റ് തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞിട്ടും അവർ രണ്ടുപേരും പരസ്പരം ഫൈറ്റ് ചെയ്യാതെ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഹാൻസം ബോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല, എന്തുകൊണ്ടായിരിക്കും ഇവർ പരസ്പരം ഫൈറ്റ് ചെയ്യാത്ത. അതിന് ഗോകു ആണെങ്കിൽ ഹാൻസം ബോയോട് പറയും, അവർ രണ്ടുപേരും മൈൻഡ് വൈസ് പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവർക്ക് ഏറ്റുമുട്ടാനായിട്ട് സാധിക്കില്ല. ഇവിടെ ആ മുടിയനാണെങ്കിൽ ഇപ്പോൾ മാർഷൽ ആർട്സ് മാൻ്റെ ഡിഫൻസ് സിസ്റ്റം അതുകൊണ്ട് ഞെട്ടും. ഓനോ, ഞാൻ കരുതിയതിലും ഇവനിപ്പോൾ ഒരുപാട് പവർഫുള്ളായി മാറിയിരിക്കുകയാണ്. ഇവൻ്റെ പവറും ഡിഫൻസ് സിസ്റ്റവും എനിക്ക് സെൻസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഉറപ്പായാലും ഇവൻ എനിക്ക് ഒരു കട്ട കോമ്പറ്റീറ്റർ തന്നെയായിരിക്കും. ആങ്കറിനാണെങ്കിൽ കൺട്രോൾ പോവും. ഒരുപാട് സമയമായിട്ടും അവർ പരസ്പരം ഫൈറ്റ് ചെയ്യാത്തതിനെ കുറിച്ച് ആളങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ജനങ്ങളാണെങ്കിൽ മുറവിളി കൂട്ടും. അടുത്ത നിമിഷം ആ ഒരു എൽഡർ ആളിപ്പോൾ മാർഷൽ ആർട്സ് മാൻ്റെ മൈൻഡിൽ കണക്റ്റായി ഇപ്പോൾ മാർഷൽ ആർട്സ് മാനോട് പറയും, നിന്റെ പവർ ഇപ്പോൾ ഒരുപാട് കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ ഈ ഡിഫൻസീവ് പവറിൻ്റെ ഒക്കെ ബേസിക് ട്രെയിനിങ് അത് തന്നത് എൻ്റെ ബ്രദറാണ്. ഇത് നീ നന്ദി കാണിക്കേണ്ട മൊമെൻ്റാണ്. ഒരു കാരണവശാലും അത് നിന്റെ ഗുരുവിനെതിരായിട്ട് നീ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയും. അത് കേട്ട് മാർഷൽ ആർട്സ് മാൻ ആൾ ഇറിറ്റേറ്റഡ് ആവുകയാണ്. അവൻ ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കിലാണെങ്കിൽ നമ്മുടെ മാർഷൽ ആർട്സ് മാൻ ആൾ ഒരുപാട് ഇടി കിട്ടി തെറിച്ച് വീണുകൊണ്ടേയിരിക്കും. ആ മുടിയനാണ് അവനെ അറിഞ്ഞം പുറച്ച് ഇടിക്കുക. ട്രെയിനിങ്ങിൽ അവനെ കൊണ്ട് പ്രോപ്പറായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് പരിക്കുകൾ പറ്റി വീണ് കിടക്കുന്ന മാർഷൽ ആർട്സ് മാനെ ചവിട്ടി തകർക്കാനായിട്ട് അവൻ അങ്ങനെ അടുത്തേക്ക് വരും. അപ്പോൾ ദൂരത്തായിട്ട് ആ ഒരു എൽഡറും കുഞ്ഞിപ്പയ്യനും. എൽഡർ ആണെങ്കിൽ ഇപ്പോൾ മാർഷൽ ആർട്സ് മാനെ കളിയാക്കും, ഇവൻ എൻ്റെ ബ്രദറാണ്, അവന് ഭയങ്കര സ്ട്രെങ്ത് ആണ്, അവനെ തോൽപ്പിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല. ഈ ടെക്നിക്സ് ഒന്നും അത്ര എളുപ്പത്തിൽ നിനക്ക് പഠിക്കാൻ പറ്റില്ല. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. വീണ്ടും വീണ്ടും ആ എൽഡർ ഇപ്പോൾ മാർഷൽ ആർട്സ് മാനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, നീ ഒരു കാരണവശാലും നിന്റെ പവർ അവന് നിനക്ക് ഉപയോഗിക്കാനായിട്ട് പാടില്ല. മാത്രമല്ല അവന്റെ പവർ അൺബീറ്റബിൾ ആണ്, അവനൊരു സൈബോർഗ് ആണെന്ന് പറയും. അവൻ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് നിൽക്കുന്ന അതേ സമയം ഇപ്പോൾ ആ ഒരു മുടിയൻ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പാഞ്ഞടുക്കുകയാണ്. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അങ്ങനെ തെന്നി മാറി കറങ്ങി വന്ന് അവനെ ചവിട്ടി താഴെയിടുകയാണ്. അത് കണ്ട് ആ എൽഡർ ഞെട്ടും. അടികൊണ്ട് താഴെ വീണ ആ ഒരു മുടിയൻ അവൻ പതിയെ എഴുന്നേൽക്കും. ആങ്കർ ആണെങ്കിൽ മാർഷൽ ആർട്സ് മാന് കട്ട സപ്പോർട്ട് കൊടുക്കും. അവന്റെ ഫസ്റ്റ് ഫൈറ്റിൽ തന്നെ അവൻ അവന്റെ പവർ കാണിച്ചിരിക്കുകയാണെന്ന് പറയും. ഇവിടെ ആ ഒരു മുടിയനാണെങ്കിൽ ഇപ്പൊ മാർഷൽ ആർട്സ് മാനോട് പറയും, ഞാൻ ആക്ച്വലി എന്റെ പവർ അത് അസസ് ചെയ്യുകയായിരുന്നു. ഞാൻ നിനക്ക് പറഞ്ഞു തന്ന ബേസിക്സ് അതെല്ലാം തന്നെ നീ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, എനിക്കത് ഒരുപാട് ഇഷ്ടമായെന്ന് പറയും. അതിനുശേഷം വീണ്ടും അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഫ്ലൈ ചെയ്ത് വരും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ അവനെ തട്ടി താഴേക്ക് ഇടുകയാണ്. അത് കണ്ട് വീണ്ടും ആ എൽഡർ കണ്ണു തള്ളും. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. താഴെ വീണ മുടിയനാണെങ്കിൽ മൂടൊക്കെ തട്ടി ഇപ്പൊ വീണ്ടും അവന്റെ നേർക്ക് വരും. അത് കണ്ട മാർഷൽ ആർട്സ് മാൻ ഇപ്പൊ അവനോട് പറയും, നീ കുഞ്ഞിപ്പയ്യനോട് ചെയ്തത് ഞാൻ ക്ഷമിച്ചിരിക്കുകയാണ്, പക്ഷെ ഇപ്പോഴെങ്കിലും നീ നിന്റെ ഭ്രാന്ത് അത് നിർത്തണം. അതിനവനാണെങ്കിൽ ഇപ്പൊ മാർഷൽ ആർട്സ് മാനോട് പറയും, ഈ ലാസ്റ്റ് മിനിറ്റിൽ നീ എന്നോട് കെഞ്ചുകയാണോ ദയക്ക് വേണ്ടി, ഞാൻ നിനക്ക് ദയ തരില്ല. അടുത്ത നിമിഷം വീണ്ടും അവനിപ്പോൾ നിർത്താതെ മാർഷൽ ആർട്സ് മാൻ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ വളരെ സ്പീഡിൽ അറ്റാക്കുകളിൽ നിന്നെല്ലാം തന്നെ എസ്കേപ്പ് ആയിക്കൊണ്ടേയിരിക്കും. ആ എൽഡറിനും നമ്മുടെ ആൾക്കാർക്കും എല്ലാവർക്കും അത് കണ്ട് ഭയങ്കര അത്ഭുതം. അവൻ ഇത്രയും സ്പീഡുണ്ടെന്ന് അവർ കരുതിയതല്ല. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഞൊടിയിടയിൽ ഇപ്പോൾ അവൻ്റെ കൈ പിടിക്കും. അതിനുശേഷം വീണ്ടും പറയും, ഞാൻ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ മാസ്റ്റർ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇപ്പോഴും കൊല്ലാൻ തയ്യാറാവാത്തത്. അത് കേട്ട് അവനാണെങ്കിൽ 3 വിരൽ ഉപയോഗിച്ച് അവൻ്റെ കണ്ണുകൾ കുത്തിയെടുക്കാനായിട്ട് ശ്രമിക്കും. ഞൊട്ടിയിടയിൽ മാർഷൽ ആർട്സ് മാൻ അവൻ്റെ കൈ പിടിച്ച് തിരിച്ച് പുറകിലേക്ക് അങ്ങനെ ചേർത്ത് പിടിക്കും. വേദന കൊണ്ട് ഇപ്പം മുടിയൻ നിലവിളിക്കുകയാണ്.
കൊല്ലാൻ എനിക്ക് മനസ്സ് വരുന്നില്ല എന്ന് പറഞ്ഞ് അവന്റെ കൈ പിടിച്ച് തിരിച്ച് ഇപ്പൊ ആ റിങ്ങിന്റെ പുറത്തേക്ക് കൊണ്ടുവരാണ്. ആ റിങ്ങിന്റെ പുറത്തെത്തേണ്ട താമസം അവന്റെ കൈ അങ്ങനെ തട്ടി മാറ്റി അതങ്ങനെ അഴിച്ചു കളഞ്ഞ് പുറകിലേക്ക് എടുത്തു ചാടും. കൈ അങ്ങനെ അഴിഞ്ഞു വന്നത് കണ്ട് മാർഷൽ ആർട്സ് മാൻ വണ്ടർ അടിച്ച് നിൽക്കുന്ന ആ ഗ്യാപ്പിൽ അവൻ ആ കയ്യിലൊരു കത്തി ക്രിയേറ്റ് ചെയ്ത് ആഞ്ഞു വെട്ടുകയാണ്. ചോര തുളുമ്പി അവൻ അങ്ങനെ നിൽക്കും. ആൾക്കാരും ജനങ്ങളെല്ലാവരും ആ കാഴ്ച കണ്ട് ഫ്രീസ് ആവും. ആങ്കർ ആണെങ്കിൽ വിളിച്ചു പറയും, ഒരു കാരണവശാലും മത്സരത്തിൽ വെപ്പൻ അത് യൂസ് ചെയ്യാൻ പാടില്ല. അതിന് മുടിയൻ ഫുൾ കലിപ്പിൽ പറയും, നിങ്ങളുടെ ഈ മത്സരമൊന്നും എനിക്ക് പ്രശ്നമല്ല, ഇതെന്റെ റിവഞ്ചാണ്, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ മത്സരിക്കും. ആ എൽഡർ ആണെങ്കിൽ അവന് കട്ട സപ്പോർട്ട് കൊടുക്കും. കമോൺ കമോൺ, എന്റെ ബ്രദർ ആണെന്ന് തെളിയിക്കാനുള്ള സമയമാണത്. ഒരു കാരണവശാലും അവനെയും ആ മാസ്റ്റർ റോഷിയുടെ ശിഷ്യന്മാരെയും നീ വെറുതെ വിടരുത്. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ പല്ല് കടിച്ച് ഒരുപാട് വേദനയിൽ അങ്ങനെ നിൽക്കുകയാണ്. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഇപ്പൊ ദേഷ്യപ്പെട്ട് പറയും, ഇത്രയും നേരവും ഞാൻ നിനക്ക് റെസ്പെക്റ്റും തന്നു, പക്ഷെ അത് രണ്ടും നീ അർഹിക്കുന്നില്ല. ഇനി ഞാൻ നിനക്കൊന്നും തരാൻ പോകുന്നില്ല, നിന്നെ ഞാൻ തീർക്കാൻ പോവാണ്. അത് കേട്ട് അവനാണെങ്കിൽ വീണ്ടും അവന്റെ സ്ക്വാഡ് അങ്ങനെ ആഞ്ഞു വീശുകയാണ്. സത്യത്തിൽ നിനക്ക് ഞാനാണ് ഇത്രയും സമയവും ടൈം തന്നത്. നിന്നെ ഡൈവേർട്ട് ചെയ്ത് ഇങ്ങനെയൊരു മൊമെന്റിന് വേണ്ടിയാണ് ഞാൻ കാത്തു നിന്നത്. പഠിപ്പിച്ച കാര്യങ്ങളാണ് നിന്റെ ബേസ്, അതൊരിക്കലും നിനക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിന്നെ ഈസി ആയിട്ട് തോൽപ്പിക്കാൻ എനിക്ക് പറ്റുമെന്ന് പറഞ്ഞ് അവൻ അടുത്തേക്ക് വരും. അതുകൊണ്ട് ആങ്കർ ആണെങ്കിൽ ഇതിലേക്ക് വന്ന് ആ മുടിയനെ അവിടുന്ന് പറഞ്ഞേക്കാൻ ശ്രമിക്കുകയാണ്. ഈ മാച്ച് അത് കംപ്ലീറ്റ് ആയി, കാരണം നിങ്ങൾ ഈ മാച്ചിൽ വയലേഷൻസ് കൊണ്ടുവന്നു, അതുകൊണ്ട് തന്നെ നിങ്ങൾ പുറത്തായിരിക്കുകയാണ്. മുടിയനാണെങ്കിൽ അത് കേൾക്കേണ്ട താമസം ആ കത്തി ഇപ്പൊ ആങ്കറിന് നേരെ നീട്ടും. അടുത്തത് നീയാണ്. അത് കേട്ട് ആങ്കർ ആണെങ്കിൽ അവിടുന്ന് 100-110 ഓടും. ഇവിടെ ഹാൻസം ബോയും ഗോകുവും മൊട്ടപ്പനും ഒരു 3 പേരും ചേർന്ന് അവനെ കൈകാര്യം ചെയ്യാൻ തയ്യാറാവും. അത് കണ്ട മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഇപ്പൊ അവരെ തടയും. വേണ്ട, ഇവന്റെ കാര്യം അത് ഞാൻ തന്നെ നോക്കിക്കോളാം. മുടിയനാണെങ്കിൽ ചാടി വന്ന് ആ കത്തി ഉപയോഗിച്ച് കുത്താനായിട്ട് ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം നമ്മുടെ മാർഷൽ ആർട്സ് മാൻ അവൻ ആ കത്തി അങ്ങനെ പിടിക്കുകയാണ്. അവന്റെ ഫുൾ സ്ട്രെങ്ത് ഉപയോഗിച്ച് അവൻ ആ ഒരു കത്തി അതങ്ങനെ രണ്ടായിട്ട് ഒട്ടിക്കും. പക്ഷെ അപ്പോഴും ആ മുടിയനാണെങ്കിൽ യാതൊരു കുലുക്കവും ഇല്ല. നീ എന്നെ തോൽപ്പിച്ചു എന്ന് കരുതിയോ? നിനക്ക് ഇതുകൊണ്ടൊന്നും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. എന്റെ അടുത്ത കൈ അത് ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞ് അവൻ ആ കൈ റിലീസ് ചെയ്ത് പ്രത്യേകതര വെപ്പൻ അത് പുറത്തേക്ക് കൊണ്ടുവരാണ്. ഇതൊരു ഡിസ്ട്രക്റ്റീവ് വെപ്പനാണ്. നീ എവിടേക്ക് പോയാലും നിനക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ജനങ്ങളെല്ലാവരും അതുകൊണ്ട് ദൂരേക്ക് ഓടും. പന്നിക്കുട്ടനാണെങ്കിൽ അവിടുന്ന് 100-110 ഓടും. അതിന് ലോഞ്ച് ആണെങ്കിൽ പന്നിക്കുട്ടനെ അവിടെ പിടിച്ചു വെക്കുകയാണ്. ഇവിടെ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ടെററായി പവറായി വിളിച്ചു പറയും, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഷൂട്ട് ചെയ്യും, ഞാൻ ഇവിടുന്ന് എവിടേക്കും പോകാൻ പോകുന്നില്ല. അടുത്ത നിമിഷം ആ ഒരു വെപ്പനിൽ നിന്ന് ഇപ്പൊ പവർ പുറത്തേക്ക് ഇജക്ട് ചെയ്യിപ്പിക്കുകയാണ്. ആ പവർ ആണെങ്കിൽ മാർഷൽ ആർട്സ് മാൻ്റെ അടുത്തേക്ക് വരും. അവനാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് അതിനങ്ങനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. 2 പവർ കൂട്ടിയിടിച്ച് വലിയൊരു പൊട്ടിത്തെറി അവിടെ ഉണ്ടാവും. പുകയൊക്കെ പതിയെ താഴ്ന്നതിന് ശേഷം എല്ലാവരും കണ്ണൊക്കെ തെരുമി സ്റ്റേജിലേക്ക് നോക്കും. നമ്മുടെ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല. ഇവിടെ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. അവൻ ഉച്ചത്തിൽ നിലവിളിക്കും, ഓ നോ, എന്റെ ഏറ്റവും വലിയ ഡിസ്ട്രക്റ്റീവ് പവർ അതുപോലും നീ ടോച്ച് ചെയ്തോ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവനത് പറയേണ്ട താമസം മാർഷൽ ആർട്സ് മാൻ അവൻ ഞൊട്ടിയിടയിൽ അവന്റെ അടുത്തേക്ക് വന്ന് വയറ്റിൽ ഞെട്ടിക്കും. ആ ഒരൊറ്റ പഞ്ചിൽ അവൻ നോക്കൌട്ടായി അങ്ങനെ താഴേക്ക് വീഴുകയാണ്. അടുത്ത നിമിഷം ജനങ്ങളെല്ലാവരും കൈയടിക്കാനായിട്ട് തുടങ്ങും. ആണെങ്കിൽ വേദിയിലേക്ക് ചാടി വരും. വെപ്പൻ ഉണ്ടായിട്ട് പോലും ആ ഒരു ഒടിയനെ മാർഷൽ ആർട്സ് മാൻ തോൽപ്പിച്ചത് വളരെ കാര്യമായിട്ട് അങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ മാർഷൽ ആർട്സ് മാൻ ആളാണെങ്കിൽ ഇപ്പൊ ആ മുടിയനെ തൂക്കിയെടുത്ത് ആ എൽഡറിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷം എൽഡറിനോട് പറയും, ഇത് നിങ്ങൾക്ക് കൂടെ ഒരു പാഠമാണ്. ഇവൻ 2 ദിവസത്തേക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കില്ല. അതിനുശേഷം ഇവനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. ഇൻസൾട്ടർ ആയിട്ടുള്ള എൽഡർ ആണെങ്കിൽ വീണ്ടും അവനോട് ദേഷ്യപ്പെട്ട് പറയും, നീ ഈ ചെയ്തതിന് നീ ഉറപ്പായാലും അനുഭവിക്കുമെന്ന് പറഞ്ഞ് അവനുമായി അവിടുന്ന് കടന്നു പോകും. ഇവിടെ മാർഷൽ ആർട്സ് മാൻ നമ്മുടെ ആൾക്കാരുടെ ഇടയിലൂടെ അങ്ങനെ കടന്നു പോവാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവനെ കൺഗ്രാജുലേറ്റ് ചെയ്യും. അവൻ താങ്ക്സ് പറഞ്ഞ് മുൻപോട്ടേക്ക് പോകും. മൊട്ടപ്പനാണെങ്കിൽ കൂടുതൽ അവനോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം ഹാൻസം ബോയ് ആണെങ്കിൽ അവനെ തടയാണ്. അവൻ അല്പനേരം ഒറ്റയ്ക്കിരിക്കട്ടെ, അതാണ് ഇവനിപ്പോ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മുടെ മാസ്റ്റർ റോഷി ആള് മാർഷൽ ആർട്സ് മാൻ്റെ പവറും ഡെവലപ്മെന്റ് ഒക്കെ കണ്ട് അങ്ങനെ ഷോക്ക് ആവുകയാണ്. ആങ്കർ ആണെങ്കിൽ അടുത്ത ഫൈറ്റ് ചെയ്യാനുള്ള ഗോകുവിനെയും അതുപോലെ തന്നെ ആ ഒരു നീലപ്പെണ്ണിനെയും അവർ 2 പേരെയും വേദിയിലേക്ക് ക്ഷണിക്കും. ഗോകു ആണെങ്കിൽ ഇപ്പോ വാമപ്പൊക്കെ ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി വേദിയിലേക്ക് വരും. ആ പെണ്ണാണെങ്കിൽ സ്റ്റിൽ ഗോകുവിനെ ദേഷ്യത്തോടു കൂടെ തന്നെ സ്റ്റെയർ ചെയ്യാൻ നോക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് ആ മോൺസ്റ്റർ അവനാണെങ്കിൽ ടെററായിട്ട് ചിരിച്ച്, ഗോകു ഉറപ്പായിട്ടും നീ ഇതിൽ ജയിക്കണം, എന്റെ ശത്രു അത് നീയാണെന്ന് പറയും. ഇവിടെ പെരുമ്പറ വലിയ ശബ്ദത്തിൽ ആ ഒരു ഫൈറ്റ് ആരംഭിക്കാൻ മുഴങ്ങുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.